കെ.ടി. സ്വാലിഹ് ചേരുന്നു മലപ്പുറത്ത് നിന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി. സ്വാലിഹ്, പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് യു.ഡി.എഫിൻ്റെ കാലത്തും വികസനമുണ്ടായല്ലോ എന്നാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നത് CPM-ൻ്റെ കാലത്ത് LDF സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ലല്ലോ, അക്കാര്യമല്ലല്ലോ തരൂർ ചൂണ്ടിക്കാട്ടിയത്. വികസനം യു.ഡി.എഫിൻ്റെ കാലത്തും ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇവിടെ തരൂർ പറഞ്ഞതെല്ലാം അംഗീകരിക്കുക എന്ന രീതിയിൽ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്തൊക്കെയാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞത്? സിജു, ഏതാണ്ട് 3/4 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനമായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടേത്. ഇതിൽ ഒരിടത്ത് പോലും അദ്ദേഹം ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ തള്ളി പറയുന്നില്ല. മാധ്യമപ്രവർത്തകർ അത് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ പോലും അത്തരത്തിലൊരു മറുപടി എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത് ഒരു പരസ്യമായി ഇത് രാഷ്ട്രീയ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അങ്ങനെ രാഷ്ട്രീയമായ വിമർശനം, ഈ വിഷയത്തിലുള്ള മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വിമർശനം അത് പറയേണ്ട വേദിയിൽ മുസ്ലിം ലീഗ് പറയും. അതേസമയം നിലവിൽ കേരളത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഇടതു സർക്കാരിന് മാത്രം അവകാശപ്പെട്ടതല്ല. അത് കിൻഫ്ര ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നത് UDF ഭരണകാലത്താണ്, ഞാൻ വ്യവസായ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഇതെല്ലാം അദ്ദേഹം തന്നെ, ശശി തരൂർ തന്നെ ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പൂർണ്ണമായും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട്, സർക്കാരിന്റെ മെച്ചപ്പെട്ട സമീപനങ്ങൾ, നല്ല കാര്യങ്ങൾ തള്ളിപ്പറയേണ്ടതില്ല. അതോടൊപ്പം തന്നെ ശശി തരൂരിന്റെ ലേഖനം ഒരു പരസ്യമായി രാഷ്ട്രീയ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ്, അത് വ്യക്തമാക്കുകയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ഇപ്പോഴുണ്ടായ ഈ മാറ്റങ്ങളുടെ കാരണം ഇടതു മുന്നണിയുടെ സമീപനത്തിലുണ്ടായ ഒരു മാറ്റം കൂടിയാണ്. ഇത് എല്ലാ കാലത്തും തുടരുമോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഓരോ കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. റിസോർട്ടുകൾക്കെതിരെ നടപടിയുണ്ടായത്, അതോടൊപ്പം എഞ്ചിനീയറിംഗ് കോളേജുകൾക്കെതിരെ നടപടിയുണ്ടായത്, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത്, ഇങ്ങനെ ഓരോ ഇടതുമുന്നണിയുടെ കാലത്തുണ്ടായ സമരങ്ങൾ എണ്ണി പറഞ്ഞാണ് അദ്ദേഹം അക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.